നമസ്കാരം. ഈ CPM എന്ന് പറയുമ്പോൾ ഒരു കമ്പനി പോലെയാണ്. ആ കമ്പനിയിലെ മുതലാളിമാർക്കും ഡയറക്ടർമാർക്കും ഈ മുതലാളിമാരോട് ഒട്ടി നിൽക്കുന്നവർക്കുമൊക്കെ അവിടെ സ്വാധീനമുണ്ടാകും. അല്ലാതെ താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ആ കമ്പനിയിലെ നെറുകേടുകളെ തുറന്നു കാണിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി വിരുദ്ധ അഭിപ്രായമുള്ളവർക്കോ ഒന്നും കമ്പനിയിൽ സ്ഥാനമില്ല. അവരെ പല കാര്യങ്ങൾ പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറഞ്ഞതുപോലെയാണ് CPMൻ്റെ കാര്യം. അവിടെ പിണറായി വിജയനാണ് ആധിപത്യം. പിണറായി വിജയൻ എന്ത് പറയുന്നോ അതാണ് അവിടുത്തെ ആധിപത്യം. അദ്ദേഹമാണ് കഴിഞ്ഞ തവണ ഈ ഒരു പ്രായപരിധി മാനദണ്ഡമൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ അതൊരു കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ മരുമകനെ ആദ്യത്തെ തവണ തന്നെ ജയിക്കുമെന്നുറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ചു, ജയിച്ചു, മന്ത്രിയാക്കി, 2 പണം വാരി വകുപ്പുകളും നൽകി. അതിനുശേഷം കഴിഞ്ഞ തവണ ഈ പ്രായപരിധി മാനദണ്ഡം അനുസരിച്ചും 2 തവണ മത്സരിക്കുന്നവർക്ക് വീണ്ടും വിലക്കേർപ്പെടുത്തിയുമൊക്കെ വലിയ പരിഷ്കാരങ്ങളൊക്കെ CPMൽ നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് മാറിയിരിക്കുകയാണ്. നിരവധി പേർക്ക്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ 16 പേർക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത്. ഈ CPMൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 16 പേർക്കാണ്. പാർട്ടിയുടെ പട്ടികയിൽ സ്വതന്ത്രരായി മത്സരിക്കുന്നവരെ കൂടി പരിഗണിച്ചാൽ അവർക്കൊന്നും ഈ ടേം വ്യവസ്ഥ ബാധകമല്ല. അവരൊക്കെ മത്സരിക്കുന്നത് KT ജലീൽ, വി അബ്ദുറഹ്മാൻ, PT റഹീം, ഇവരൊക്കെ സ്വതന്ത്രരായി മത്സരിക്കുന്നവരാണ് പാർട്ടിയുടെ പിന്തുണയിൽ. അവർക്കൊന്നും ഈ ടേം വ്യവസ്ഥ ബാധകമല്ല. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലൊഴിച്ച് സിറ്റിംഗ് MLA അല്ലാതെ മറ്റൊരാൾക്കും വിജയസാധ്യതയില്ലെന്ന് കണക്കാക്കിയത് കൊണ്ടാണ് ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതുപോലും. തുടർച്ചയായി 4 തവണ MLA ആയ KT ജലീൽ, PT റഹീം എന്നിവരാണ് ഈ ഇളവ് കിട്ടിയവരിൽ മുമ്പിൽ നിൽക്കുന്നത്. ഇവർ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ടേം വ്യവസ്ഥ ചട്ടക്കൂടിനുള്ളിൽ വരില്ലെന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും തവനൂരും കുന്നമംഗലത്തും താനൂരും ഇവരല്ലാതെ ജയസാധ്യതയുള്ള മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ ഇല്ല എന്നതാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലുണ്ടായ വികാരം. ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നേടി ഏറ്റവും അധികം പേർ മത്സരിക്കുന്നത് കഴിഞ്ഞ നിയമസഭയിൽ CPMന് ഏറ്റവും അധികം, അതായത് 10 സീറ്റുകൾ ലഭിച്ച 10 MLAമാരെ ലഭിച്ച തിരുവനന്തപുരം ജില്ലയിലാണ്. വി ജോയി, DK മുരളി, കടകംപള്ളി സുരേന്ദ്രൻ, IB സതീഷ്, CK ഹരീന്ദ്രൻ, K ആൻസലൻ അവരൊക്കെ 2 ടേം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും മത്സരിക്കുകയാണ്. ഇരവിപുരത്ത് M നൌഷാദാണ്, വീണ ജോർജ് ആറന്മുളയിലും, പ്രതിഭ കായംകുളത്തും, KJ മാക്സി കൊച്ചിയിലും, ആന്റണി ജോൺ കോതമംഗലത്തും, AC മൊയ്തീൻ കുന്നംകുളത്തും, OR കേളു മാനന്തവാടിയിലും, TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും, പിണറായി വിജയൻ ധർമ്മടത്തും ഇതേ മണ്ഡലത്തിൽ തന്നെ അവർ തുടർച്ചയായി 3ാം വിജയത്തിനായി മത്സരിക്കുന്നുണ്ട്. ഇനി ഇതിൽ ചിലരുടെ കാര്യം എടുത്തു നോക്കാം. കായംകുളത്ത് വീണ്ടും മത്സരിക്കുന്നത് പ്രതിഭ തന്നെയാണ്. പ്രതിഭ ഇടയ്ക്ക് അവിടുത്തെ DYFI നേതൃത്വവുമായി ഉണ്ടായ തർക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് മാത്രമല്ല, ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട അവരുടെ മകനെക്കുറിച്ചും അതോടൊപ്പം ഉണ്ടായ വിവാദത്തെക്കുറിച്ചും ആ പയ്യനെ കേസിൽ നിന്ന് ഒഴിവാക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു പ്രതിഭയാണ് ഇപ്പോഴും അവിടെ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എന്തായാലും BJP CPMന് ഒരു എതിരാളിയല്ല. കാരണം അവിടെ NDA സ്ഥാനാർത്ഥിയായി വരുന്നത് BDJSൻ്റെ ഏതോ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയല്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പല നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന, പ്രാദേശിക നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരെ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ പാർട്ടിക്ക് അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇനി നമുക്ക് കണ്ടറിയണം. പിന്നെയുള്ളത് ആറന്മുള വീണ ജോർജാണ്. വീണ ജോർജിനെ മത്സരിപ്പിക്കരുത് എന്ന് അവരുടെ ഭർത്താവ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതാണ്. പക്ഷേ മത്സരിക്കുന്നു. അതുമാത്രമല്ല, കേരളം കണ്ട തന്നെ ഏറ്റവും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി, ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും കഴിവുകെട്ട ഒരു മന്ത്രി എന്നൊക്കെ നമുക്ക് വീണ ജോർജിനെ വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ മാസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSUക്കാർ കരിങ്കൊടി കൊണ്ട് അവരുടെ കഴുത്തിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയും പിന്നീട് അത് വ്യാജമാണെന്നുള്ള വാർത്തയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ പുറത്തു വന്നത്. പിന്നെയുള്ളത് KJ മാക്സി. ഈ KJ മാക്സി അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിയുടെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൈക്കരുത്തും അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണിയും ഒക്കെ കൊണ്ട് അത് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അടുത്തയാൾ AC മൊയ്തീനാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഈ AC മൊയ്തീനെ ED ചോദ്യം ചെയ്തതും അദ്ദേഹം പ്രതിപട്ടികയിൽ വന്നതും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് AC മൊയ്തീനും ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെ 10 MLAമാരെ എടുത്താൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ, മഴക്കോട്ട് വിവാദം, ഇങ്ങനെ പല സംഭവങ്ങളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായി.
പക്ഷേ അദ്ദേഹത്തെയും ഇപ്പോൾ മത്സരിപ്പിക്കുകയാണ്. എന്തായാലും ഇത്തരക്കാരാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ കയ്യിലാണ് പാർട്ടി. ഈ പ്രതിഭയൊക്കെ മത്സരിപ്പിക്കുമ്പോൾ പ്രതിഭയ്ക്ക് അവിടെ ജനപിന്തുണ കുറഞ്ഞു വരികയാണ്. ഇവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത് പ്രതിഭ അവിടെ ജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ ഒരുപക്ഷെ BJP NDA സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ പോലെ ശക്തയായിട്ടുള്ള ഒരാൾ വന്നാൽ ഒരു പക്ഷേ എന്നല്ല, അവിടെ പ്രതിഭ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. അവിടെ എതിർപ്പ് മറ്റുള്ള പാർട്ടിക്കാരല്ല, മറിച്ച് അവിടെ CPM-ൻ്റെ തന്നെ യുവജന സംഘടനയായ DYFI-യുടെ നേതാക്കളുമായിട്ടാണ് അവർ കൊമ്പ് കോർത്തത്. പിന്നെ സമൂഹ മാധ്യമത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഭയെ തോൽപ്പിക്കാനായി അവരെന്തായാലും പിന്നിലൂടെയെങ്കിലും ചില പണികൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നവർക്ക്, അതായത് പാർട്ടിയെ നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഏത് നിയമത്തെയും കാറ്റിൽ പറത്താം, എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്താം. അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും അവർക്ക് അനുകൂലമായിട്ടുള്ള മാനദണ്ഡങ്ങളും കൊണ്ടുവരാം. പിന്നീട് അത് അവർക്ക് പ്രതികൂലമായി ബാധിക്കുമ്പോൾ ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്താം. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊന്നും ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് പാർട്ടി എന്ന് പോലും പറയാത്ത രീതിയിൽ ഒരു ഗുണ്ടാ സംഘമായി അധപ്പതിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. അത് എത്രത്തോളം ഇനി ഈ വിജയത്തെ ബാധിക്കുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.